45 1 വാക്യം, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. നമ്മിലുണ്ടാകുന്ന വികാരങ്ങൾ ഏറ്റവും ആദ്യം പ്രതിഫലിക്കുന്നത് ഹൃദയത്തിലാണ്. ഭയമുണ്ടാകുമ്പോൾ ഹൃദയം വേഗത്തിൽ സ്പന്ദിക്കുന്നു. സന്തോഷമുണ്ടാകുമ്പോൾ ഹൃദയം വികസിക്കുന്നു. ഇതൊക്കെ കൊണ്ടാകാം പൂർവ്വകാലം മുതൽ ചിന്തകളുടെ ഇരിപ്പിടമായി മനുഷ്യൻ ഹൃദയത്തെ കാണുന്നത്. ശാസ്ത്രം ഇത്രമേൽ പുരോഗമിച്ചിട്ടും തലച്ചോറാണ് ചിന്തിക്കുകയും തീരുമാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് എന്നറിയാമായിരുന്നിട്ടും ഇന്നും ഹൃദയം ഈ സ്ഥാനം നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഈ ആശയത്തിൽ നിന്നുകൊണ്ട് ബൈബിൾ നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് രക്തമാണല്ലോ. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ജീവനായ രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. ഉത്തമമായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞാൽ അത് കവിഞ്ഞ് ശരീരം മുഴുവനും അതിനാൽ സ്വാധീനിക്കപ്പെടും. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായ് പ്രസ്താവിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. നന്മയുടെ ദൈവവചനം നിരന്തരം നാം ധ്യാനിച്ചാൽ അത് നമ്മുടെ സ്വഭാവത്തെ ഉത്തമമാക്കി തീർക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും നന്മ പ്രവർത്തിക്കുന്നതായി മാറും. ആ പ്രവൃത്തികൾ സാക്ഷാൽ രാജാവായ ദൈവത്തിന് വേണ്ടിയുള്ള കൃതികളായി മാറും. ദൈവമെന്ന സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലായി നമ്മുടെ നാവ് തീരും. ചിന്തകളിൽ ദൈവവചനം നിറയണമെങ്കിൽ നാം അത് നിരന്തരം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും വേണം. ഈ ഭൂമിയിലെ ജീവകാലം മുഴുവൻ ദൈവത്തിന് വേണ്ടിയുള്ള കൃതികളായി തീരുന്നതാകട്ടെ നമ്മുടെ സർവ്വ പ്രവൃത്തികളും. ഗോഡ് ബ്ലസ് യു.